4500 വർഷം മുമ്പ്. ക്രെയിനില്ല, മോഡേൺ മെഷീനുകളില്ല. എന്നാലും മനുഷ്യർ 146 മീറ്റർ ഉയരമുള്ള ഒരു മഹത്തായ കെട്ടിടം പണിതു. അതാണ് ഈജിപ്തിലെ ഗിസയിലെ മഹാപിരമിഡ്. ഇന്നും ലോകം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഇത് മനുഷ്യർ എങ്ങനെ നിർമ്മിച്ചു? പിരമിഡുകൾ പ്രധാനമായും ഈജിപ്തിലെ രാജാക്കന്മാരായ ഫറവോകളുടെ ശവകുടീരങ്ങളാണ്. പുരാതന ഈജിപ്തുകാർ വിശ്വസിച്ചത് മരണം കഴിഞ്ഞാൽ രാജാവിൻ്റെ ആത്മാവ് അമരജീവിതത്തിലേക്ക് പോകുമെന്നാണ്. അതുകൊണ്ടാണ് അവർ രാജാക്കന്മാർക്കായി വിപുലമായ പിരമിഡുകൾ നിർമ്മിച്ചത്. ഗിസയിലെ മഹാപിരമിഡ് നിർമ്മിക്കാൻ ഉപയോഗിച്ചത് ഏകദേശം 230 മില്യൺ കല്ല് ബ്ലോക്കുകൾ. ഓരോ കല്ലിൻ്റെയും ഭാരം ഏകദേശം 2.5 ടൺ മുതൽ 15 ടൺ വരെ. അപ്പോൾ ചോദ്യം ഇതാണ്: ഇത്രയും വലിയ കല്ലുകൾ മരുഭൂമിയിലൂടെ എങ്ങനെ കൊണ്ടുവന്നു? ചരിത്രകാരന്മാർ പറയുന്നത്, കല്ലുകൾ ആദ്യം ഖനികളിൽ നിന്ന് വെട്ടിയെടുത്തു. പിന്നീട് അവ വലിയ മരപ്പലകകളിൽ വെച്ച് ആയിരക്കണക്കിന് തൊഴിലാളികൾ കൂടെ ചേർന്ന് വലിച്ചു കൊണ്ടുപോയി. മണലിൽ വെള്ളമൊഴിച്ചാൽ ഘർഷണം കുറയുകയും കല്ല് നീക്കാൻ എളുപ്പമാവുകയും ചെയ്യും. പിന്നീട് അവർ നിർമ്മിച്ചത് വലിയ മണ്ണ് റാമ്പുകൾ. ഈ റാമ്പുകൾ ഉപയോഗിച്ചാണ് കല്ലുകൾ പിരമിഡിന്റെ മുകളിലേക്ക് എത്തിച്ചത്. ഒരു കാലത്ത് ആളുകൾ വിശ്വസിച്ചിരുന്നു പിരമിഡുകൾ അടിമകൾ നിർമ്മിച്ചതാണെന്ന്. പക്ഷേ പുതിയ കണ്ടെത്തലുകൾ പറയുന്നത് വേറെയാണ്. ഗിസയിൽ കണ്ടെത്തിയ തൊഴിലാളികളുടെ ഗ്രാമങ്ങൾ കാണിക്കുന്നത് അവർ പരിശീലനം ലഭിച്ച തൊഴിലാളികളായിരുന്നു. അവർക്ക് ഭക്ഷണവും താമസവും നൽകിയിരുന്നു. ഇവിടെ മറ്റൊരു അത്ഭുതം കൂടിയുണ്ട്. പിരമിഡിന്റെ 4 വശങ്ങളും നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എന്നീ ദിശകളോട് വളരെ കൃത്യമായി പൊരുത്തപ്പെടുന്നു. അതായത് 4500 വർഷം മുമ്പ് തന്നെ ഈജിപ്തുകാർക്ക് അസാധാരണമായ എഞ്ചിനീയറിംഗ് അറിവുണ്ടായിരുന്നു. ഇന്നുവരെ പിരമിഡുകളുടെ എല്ലാ രഹസ്യങ്ങളും നമുക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്: മനുഷ്യരുടെ ബുദ്ധിയും സംഘാടക ശേഷിയും ചേർന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ പോലും സൃഷ്ടിക്കാം. അതാണ് ഈജിപ്തിന്റെ മഹത്തായ പിരമിഡുകൾ.